പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം. വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ഷുഗ്രി നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ്സ്, നിയർ ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. കാരുണ്യരംഗത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് കാളികാവിലെ ചാരിറ്റി പ്രവർത്തകൻ അഷ്റഫ് ദോസ്തിന് കേരള കൗമുദി അവാർഡ്. പെരിന്തൽമണ്ണ സബ്രീന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അവാർഡ് സമ്മാനിച്ചു. മിഷൻ റിഹാബ് ശരിയായ വ്യായാമത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി മിഷൻ ലോകത്തിലെ പട്ടിക സൂചികയിൽ 90-ലെ 50-ാമത്തെ റാങ്കായിരുന്നു. ഇപ്പൊ 111 ഒരു പത്രം കൂടെ ചർച്ച ചെയ്ത് കാണാറേയില്ല. ലോകത്തിലെ 30% ദരിദ്രരായ കുട്ടികൾ ഇന്ത്യയിലാണ്. ലോകത്തിൽ ജനസംഖ്യയിലെ 30% അതേക്കുറിച്ച് ചർച്ച ചെയ്യില്ല. ഒരു ദിവസം 2400 കുട്ടികളാണ് പോഷകാഹാരമില്ലാണ്ട് മരിക്കുന്നത്. ഇവിടെ മാധ്യമങ്ങളൊന്നും ചർച്ചയ്ക്കേയില്ല. ഞങ്ങളെപ്പോലെ രാഷ്ട്രീയക്കാരും ഇപ്പം ചർച്ച ചെയ്യില്ല കേട്ടോ, ചർച്ചയില്ല. എന്താ നമ്മുടെ നാട് എവിടെ പോയിരിക്കുന്നത്, എവിടേക്കാണ് പോകുന്നത്? നമ്മൾ ഭരണഘടനയിൽ സ്വാതന്ത്ര്യ സമത്വം സാഹോദര്യം എഴുതി വെച്ച രാജ്യമാണ്. എന്താണ് സമത്വം? ഏറ്റവും താഴെ തട്ടിലുള്ളവന്റെയും ഏറ്റവും ഉയർന്നവന്റെയും വരുമാനം കണക്കാക്കി ആവറേജ് കണക്കാക്കുകയാണ്. ഏറ്റവും താഴെ തട്ടിലുള്ള വരുമാനം എന്താണെന്ന് അറിയാലോ, 2400 കുട്ടികൾ പട്ടിണി കൊണ്ട് മരിക്കുകയാണ്. അയാളുടെ വരുമാനവും കൂടെ അടാന്റെ വരുമാനവും ഒന്നിച്ച് കണക്കാക്കി ആവറേജ് കണക്കാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ജലശുദ്ധീകരണ രംഗത്തെ മികച്ച പ്രവർത്തനത്തിനും ചാരിറ്റി രംഗത്തെ സേവന പ്രവർത്തനങ്ങൾക്കുമാണ് ദോസ്തിന് അവാർഡ് ലഭിച്ചത്. കേരള കൗമുദിയുടെ 113-ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ജില്ലയിൽ നിന്ന് പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് അവാർഡ് സമ്മാനിച്ചത്. കേരള കൗമുദി യൂണിറ്റ് ചീഫ് CV മിത്രൻ, ജനറൽ മാനേജർ AG അയ്യപ്പദാസ്, കേന്ദ്ര മാപ്പിളകലാ അക്കാദമി ചെയർപേഴ്സൺ സാജിദ തടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്, PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി. അഡ്മിഷൻ തുടരുന്നു. ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ, കോട്ടക്കുന്ന്, വണ്ടൂർ.